ഇന്നലെ ഒരു സംവിധായകൻ അൻവർ താങ്കളെ വിളിച്ച് അനീഷ് അൻവർ താങ്കളെ വിളിച്ച് അസഭ്യം പറയുകയും ജാതീയമായി അധിക്ഷേപിക്കുകയും വധഭീഷണി മുഴക്കുകയും ചെയ്തു. ഒരു റിവ്യൂ ഇട്ടതിന്റെ പേരിലാണ് ഈ വ്യക്തി ഇങ്ങനെ ചെയ്തത്. ഈ നാട്ടിലെ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിൽ ഇങ്ങനെ ചെയ്യുന്നതിനോട് എങ്ങനെയാണ്? ഈ സിനിമ റിവ്യൂ ഒക്കെ പറയുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ദേഷ്യപ്പെടുന്ന ആളുകളുണ്ട്. അവർക്ക് എന്താ പറയുക, നമ്മൾ ഈ സിനിമാക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുന്ന ആൾക്കാരാണ്. അതായത് കുറേ വർഷം ഇവർ ഇതിന് വേണ്ടിയിട്ട് മെനക്കെടുന്നുണ്ട്. ഒരു സിനിമ ഓണാവണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പാടുകളുണ്ട്. അത് കഴിഞ്ഞ് അത് ഷൂട്ട് ചെയ്ത് അതിൻ്റെ ഷൂട്ടിംഗ് പല സ്ഥലത്ത് പല സമയത്ത് വെച്ച് മുടങ്ങിപ്പോവാം. ആർട്ടിസ്റ്റുകളുടെ ഡേറ്റിന് ഇഷ്യൂസ് വരാം. അതൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാം. തിയേറ്റർ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും. തിയേറ്റർ കിട്ടിയാൽ തന്നെ ബാക്കി ഡിസ്ട്രിബ്യൂഷൻ പരിപാടികളെല്ലാം നടക്കണം, പ്രൊമോഷൻസ് നടക്കണം. ഇങ്ങനെ ഒത്തിരി എഫേർട്ട് ഇട്ടാണ് ഇവർ സിനിമ പുറത്തിറക്കുന്നത്. അങ്ങനെ ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ട് ഒരാൾ ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആർക്കായാലും ദേഷ്യം ഉണ്ടാകും. അങ്ങനെ ദേഷ്യം ഉണ്ടായിട്ട് എന്നെ വിളിക്കുന്ന ആദ്യത്തെ ആളല്ല അനീഷ് അൻവർ. ഇതിനു മുമ്പ് പല ആളുകളും വിളിച്ചിട്ടുണ്ട്. അങ്ങനെ വിളിച്ച് അതുപോലെ നേരിട്ടും ഒക്കെ ദേഷ്യം പ്രകടിപ്പിച്ചിട്ടുള്ള പല ആളുകളും അവരാരും ഇത്രയും ഭാഷ കൊണ്ടാണെങ്കിലും ഒന്നും ഇത്രയും മോശമായി സംസാരിച്ചിട്ടില്ല. അവർ ഈവൻ ഒരു 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 ഭീഷണിയുടെ സ്വരം അതിലുണ്ടെങ്കിൽ പോലും അതിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ സഭ്യമാണ്. നമുക്കത് കേൾക്കുമ്പോൾ ആണോ പുള്ളിയുടെ വിഷമം കൊണ്ടല്ലേ വിട്ടേക്കാം എന്ന് നമുക്ക് വിചാരിക്കാവുന്ന തരത്തിലുള്ള വാക്കുകളാണ്. ഞാൻ പൊതുവെ അങ്ങനെ ഇതൊന്നും ഷൂട്ട് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക അങ്ങനത്തെ പരിപാടികൾ ചെയ്യാറില്ല. ഇങ്ങനെ വരുന്ന കോണ്ടന്റ് ആക്കാൻ പറ്റുന്ന സാധനങ്ങൾ അങ്ങനെ ഞാൻ ചെയ്യാറില്ല. അത് അവരുടെ ഒരു വിഷമം അവർ പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ അത് മാറും. നാളെ അവരുടെ ഒരു നല്ല സിനിമ വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഒരു ടീസറോ ട്രെയിലറോ വരുമ്പോൾ നമ്മളത് റിയാക്ട് ചെയ്യുന്നത് കണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ട് പിന്നീട് നിങ്ങൾ അന്ന് പറഞ്ഞത് ശരിയായിരുന്നു എന്ന് എനിക്ക് ഇപ്പം മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞ സിനിമാക്കാർ വരെയുണ്ട്. അപ്പോൾ ഈ ചീത്തവിളി കേൾക്കുന്നതൊന്നും പ്രശ്നമൊന്നുമില്ല. അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുമ്പോഴും അവർക്ക് അവരുടെ സങ്കടം പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ അമർഷം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് സഭ്യമായ ഭാഷയിലാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ അത് ഭീഷണി എന്ന് പറയുന്ന ഒരു സാധനം അതിൽ കടന്നു വരാതിരിക്കുക. കാര്യം ഞങ്ങളുടെ അഭിപ്രായം പ്രകടിപ്പിച്ചതുപോലെ നിങ്ങളുടെ രോഷം നിങ്ങൾക്ക് പ്രകടിപ്പിക്കാം, അമർഷം പ്രകടിപ്പിക്കാം. അത് അതേപോലെ സഭ്യമായ ഭാഷയിലായിരിക്കണം, അത് ആരോഗ്യപരമായിട്ടുള്ള രീതിയിലായിരിക്കണം. അങ്ങനെ അല്ലാതെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ എനിക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി. പിന്നെ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതിലെ ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് അറിയാവുന്ന കുറച്ച് ആൾക്കാരോട് ചോദിച്ചപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഈ കംപ്ലയിൻറ്റ് കൊടുക്കുമ്പോൾ അവർ മറ്റേ ആൾക്കാരെയും വിളിപ്പിക്കും. അതിനുശേഷം ഒരുമിച്ചിരുന്ന് സംസാരിക്കും. അതിനൊക്കെ ശേഷമായിരിക്കും എന്ന് കേട്ടു. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള പേടി എന്ന് പറയുന്നത് ഇതുപോലെ എന്നോട് ഇന്നലെ സംസാരിച്ച ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് ഇന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് സംസാരിച്ചു. അവിടെ വെച്ച് ശരി നമുക്കെല്ലാം റെഡിയാക്കാം എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് പിന്നീട് എന്താ പറയുക, ഞാൻ എവിടെ താമസിക്കുന്നു. കാരണം ഇന്നലെ രാത്രി മുഴുവൻ അറിയേണ്ടിയിരുന്നത് ഞാൻ എവിടെ താമസിക്കുന്നു എന്നുള്ളതാണ്. വീട്ടിൽ വരണം, പരാതിയിലുണ്ടാവും. അതേപോലെ എന്നെ അന്വേഷിച്ച് വരാം, എൻ്റെ പുറകെ വരാം. ഇതൊക്കെ വളരെ എളുപ്പമുള്ളൊരു കാര്യമായിട്ട് മാറും. അപ്പോൾ എനിക്ക് പോലീസിൽ എനിക്ക് വിശ്വാസമാണ്. പക്ഷേ പോലീസുകാർക്ക് 24 മണിക്കൂർ എനിക്ക് സംരക്ഷണം തന്ന് എൻ്റെ പുറകെ ഒരു പോലീസുകാരനെ വിടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് എന്തെങ്കിലും ഒരു അപകടമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ ഉണ്ടാകുമ്പോൾ ഇങ്ങനൊരു സാധ്യത കൂടി അവിടെ ഉണ്ടെന്ന് തോന്നുമ്പോൾ എനിക്കെതിരെ വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾക്ക് ഒരു കുറവുണ്ടാവും. പിന്നെ ഇതങ്ങനെ ക്ഷമിക്കാൻ പറ്റുന്നൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പം നമ്മുടെയൊക്കെ അച്ഛനെ അമ്മയൊക്കെ ചീത്ത വിളിക്കുന്ന ഒരുപാട് കമന്റ് ബോക്സിൽ വരാറുണ്ട്. അത് ഈ വിളിക്കുന്നവർക്ക് ഐഡന്റിറ്റിയും ഇല്ല. അത് അവരുടെയൊക്കെ ജീവിതത്തിലുള്ള ഫ്രസ്ട്രേഷൻ തീർക്കലാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല അത് ആരും അനുകരിക്കാനും പോകുന്നില്ല. ഇത് എന്താ പറയുക, ഒരു മാതൃത്വത്തിനെ ഏറ്റവും മഹത്വവൽക്കരിച്ച ഒരു സിനിമ ചെയ്ത് അതിൻ്റെ പേരിൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു സംവിധായകൻ. ഞാൻ ഈ സിനിമയ്ക്ക് ഒരു ടീസർ റിയാക്ഷൻ ചെയ്തിട്ടുണ്ട്, അല്ല ട്രെയിലർ റിയാക്ഷൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടുള്ള ആർക്കും, അതായത് ഇതൊക്കെ സംഭവിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട്, അത് കാണുന്ന ആർക്കും വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അനീഷ് അൻവർ എന്നുള്ള പേരാണ് ആ സിനിമ കാണാനുള്ള എൻ്റെ പ്രധാന ഘടകം. അങ്ങനെ നമ്മൾ ലുക്കപ്പ് ചെയ്തിരുന്ന, ഞാൻ അദ്ദേഹത്തിനെ പരിചയപ്പെടുന്നതും ഈ സക്കരയുടെ ഗർഭിണികൾ ഇറങ്ങുന്ന സമയത്ത്. ഞാൻ റേഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. ആ സമയത്ത് ഒരുപാട് വട്ടം വിളിക്കുകയോ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അത്രയും റെസ്പെക്റ്റ് ഉള്ള ഒരാളാണ്. അതേപോലെ അദ്ദേഹത്തെ റെസ്പെക്റ്റോടുകൂടി നോക്കിക്കാണുന്ന വേറെയും ഒരുപാട് ആളുകളുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരാളുടെ അമ്മയ്ക്ക് വിളിക്കുക എന്ന് പറയുമ്പോഴാണ് എനിക്കത് പ്രശ്നമാകുന്നത്. പരിചയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് വിളിക്കും. ഞാനിപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താ പറയുക, എനിക്ക് പരിചയമില്ലാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. ഞാനൊരു റേഡിയോ സ്റ്റേഷനിലാണ് വർക്ക് ചെയ്തത് 10-12 വർഷം. അപ്പോൾ അവിടെ മ്യൂസിക് റിലേറ്റഡ്, സിനിമ റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഒരുപാട് ആളുകളെ കോൺടാക്ട് ചെയ്യും. അവരുടെയൊക്കെ നമ്പർ നമ്മുടെ കയ്യിലുണ്ടാവും. എന്നാൽ അനീഷ് അൻവർ വിളിക്കുമ്പോഴും ഇത് അനീഷാണ് വിളിക്കുന്നതെന്ന് എനിക്ക് അറിയാമായിരുന്നു. കാര്യം എൻ്റെ ഫോണിൽ നമ്പർ സേവ്ഡ് ആയിരുന്നു. ആ ഒരു പരിചയത്തിനപ്പുറത്തേക്ക് വേറെ പരിചയങ്ങളില്ല. അപ്പോൾ എന്താണ്, അങ്ങനെ ഉള്ള ഒരാൾ പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഈ അമ്മയ്ക്ക് വിളിച്ചു എന്നുള്ളത് എനിക്ക് അത്രയും പ്രശ്നമായിട്ട് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ താങ്കൾ ഇന്നലെ നടന്ന സംഭവം ഒന്ന് വിവരിക്കുകയാണ്. റിവ്യൂ ഇടുന്നു.
റിവ്യൂ ഇട്ടതിന് ശേഷം ഒരു 10:15 തൊട്ട് എനിക്ക് ഫോൺ കോൾസ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. 2 നമ്പറിൽ നിന്നാണ്. ഒന്ന് അനീഷ് അൻവറിൻ്റെ കോളായിരുന്നു, പിന്നെ വേറൊരു നമ്പറിൽ നിന്നായിരുന്നു. അനീഷ് അൻവറിൻ്റെ കോൾ എടുത്തതിന് ശേഷം പിന്നെ മറ്റേ നമ്പറിൽ നിന്ന് എനിക്ക് കോൾ വന്നിട്ടില്ല. അപ്പോൾ കണ്ടിന്യൂസ് കോൾസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു 10:30-ക്കുള്ള സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക. അപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ഞാനപ്പം ഫോൺ എടുക്കാൻ നിന്നില്ല. ഇൻ തിയേറ്റർ എന്നുള്ള റിപ്ലൈ മെസ്സേജാണ് ഞാൻ 2 പ്രാവശ്യം അയച്ചത്. തിയേറ്ററിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് ഈ ലുലുവിലൊക്കെ പടം തുടങ്ങുന്നതിന് മുമ്പ് ഒരു 15 മിനിറ്റ് എടുത്ത് പരസ്യം വരും. അപ്പം ഞാൻ ഏകദേശം 10:30 ആ സമയം തിയേറ്ററിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് ഫോൺ എടുത്തിട്ട് പെട്ടെന്ന് പറയാമോ എന്ന് ചോദിച്ചു. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു തീരുന്നതല്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി സംസാരിച്ചു തുടങ്ങി. അതായത് നമ്മൾ ആ ഡോറ് തുറന്ന് സ്റ്റെപ്പ് കയറുന്നതിന് മുമ്പ് ഒരു 3-4 പ്രാവശ്യം തെറി വിളിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മടുത്ത് ഞാൻ ഫോൺ കട്ട് ചെയ്തു. കാര്യം ഒന്നും അങ്ങോട്ട് കേൾക്കുന്നില്ല. അത് കഴിഞ്ഞ് തിയേറ്ററിൻ്റെ സീറ്റിലിരിക്കാൻ പോയപ്പോൾ എനിക്ക് പറ്റുന്നില്ല. എനിക്ക് അങ്ങനെ ഞാനൊരു സിനിമ കണ്ടിട്ട് നമ്മൾ ഈ സിനിമ കാണാൻ പോകുമ്പോൾ നമ്മളും ആഗ്രഹിച്ച് നല്ലൊരു സിനിമയായിരിക്കണം എന്ന് വിചാരിച്ചാൽ പോകുന്നത്. സാറ്റിസ്ഫാക്ഷൻ. അതെ, എനിക്ക് ഈ ഭയങ്കര ഡിസ്റ്റർബിങ് ആണ്. ഈ തെറി വാക്കുകൾ കേൾക്കുന്നത് നമ്മളെ വല്ലാണ്ട് ടയർഡാക്കും. അപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എൻ്റെ മനസ്സിലുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്ന ഐഫോണാണ്, അതിൻ്റെ അകത്ത് കോൾ റെക്കോർഡിംഗ് ഇല്ല. അപ്പോൾ ഈ വിളിക്കുന്നതിന് എനിക്ക് എന്തെങ്കിലും ഒരു പ്രൂഫ് വേണം. അത് വേണമെങ്കിൽ ഞാൻ വീട്ടിൽ പോയി ക്യാമറ ഓൺ ചെയ്ത് നോക്കണം. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് അവിടെ വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്തിൻ്റെ കാര്യം ഓർത്തത്. അവനെ വിളിച്ചു. അപ്പോൾ അവൻ ഷിഫ്റ്റ് കഴിഞ്ഞാൽ അവൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ വന്നു, അവൻ്റെ ഫോണിലാണ് ഈ കോൾ റെക്കോർഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രാവശ്യം അല്ല, ഈ വിളിച്ച് ഇങ്ങനെ കണ്ടിന്യൂസ് വിളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരു ഗ്യാപ്പ് വന്നു, ഞാൻ അങ്ങോട്ട് ഡയൽ ചെയ്തു. അപ്പോൾ റെക്കോർഡിംഗ് ഓൺ ചെയ്തു. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇത് കോൾ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടിയിട്ടാണ് വിളിക്കുന്നത്. പുള്ളി അത് ഓഡിയോയിൽ പുള്ളി പറയുന്നുണ്ട്, നീ അതുകൊണ്ടാണല്ലോ ഇപ്പം എന്നെ വിളിച്ചത്, നീ റെക്കോർഡ് ചെയ്യും, നീ എല്ലാവരെയും കേൾപ്പിക്കുക എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ഒരു 10 മിനിറ്റ് അത് കഴിഞ്ഞ് ആ കോൾ കട്ട് ചെയ്തു. പിന്നെയും വിളിച്ചു. അങ്ങനെ ഒരു 2 തവണയായിട്ട് 10 മിനിറ്റ് ഈ തെറിവിളിയും ഒക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ എടുത്തു വെച്ചു. ഞാനിത് ഈ പറഞ്ഞ പോലെ നമുക്കിത് വിടാം എന്നൊക്കെ ഉള്ളൊരു ലൈൻ ഉണ്ടായിരുന്നു. പക്ഷെ കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയും ചെയ്യുന്നു. പിന്നെ ഒരു വെല്ലുവിളിയുടെ സ്വഭാവമൊക്കെ ഉണ്ട്. ഞാൻ മറ്റേ എന്നെ കണ്ടേ പറ്റുമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കമ്മീഷൻ ഓഫീസിൽ വരും എന്ന് പറഞ്ഞപ്പോൾ എന്താണ് കമ്മീഷൻ ഓഫീസിലല്ല എവിടെ പോയാലും പിന്നെ ഞാൻ ഇന്ന് എന്ന് പറഞ്ഞിട്ടാണ് ഭീഷണി വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് റിപ്പോർട്ട് ചെയ്യണം. പിന്നെ ഉപയോഗിച്ച വാക്കുകളാണെങ്കിലും അത് പറഞ്ഞ രീതിയാണെങ്കിലും തീർച്ചയായിട്ടും അത് എന്താ പറയുക, മാതൃകാപരമായി അതിനൊരു നടപടി ഉണ്ടാവണം. കാര്യം നാളെ ഈ സിനിമ റിവ്യൂ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും, അതായത് ഈ റിവ്യൂ എന്ന് പറഞ്ഞ് വീഡിയോ ഇടാനിരിക്കുന്ന മറ്റേ പോസ്റ്റ് ഇടാനിരിക്കുന്ന ആൾക്കാർ മാത്രമല്ല, എല്ലാവരും അഭിപ്രായം പറയുന്നവരാണ്. അപ്പം നാളെ ഒരു ബിഗിനിങ് സ്റ്റേജിൽ സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയുന്ന ഒരാളെ തല്ലിയതിന് ശേഷം പിന്നെ എപ്പോഴെങ്കിലും കുറച്ച് കഴിയുമ്പോൾ സോറി കേട്ടോ, മാപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആവാൻ പാടില്ല. അങ്ങനെ എന്തും ചെയ്യാം, എന്തും പറയാം എന്നുള്ളൊരു ചിന്ത വരാൻ പാടില്ല. അതുകൊണ്ടാണ് അതൊരു കംപ്ലൈന്റ് ആയിട്ട് തന്നെ രജിസ്റ്റർ ചെയ്തത്. ഈ റിവ്യൂ പറയുന്ന ആളുകൾക്കെതിരെ പലതരത്തിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ. കാശ് മേടിച്ചിട്ടാണ് റിവ്യൂ പറയുന്നത് എന്ന തരത്തില് അനീഷ് അൻവറും ആ ഒരു പോസ്റ്റിൽ പറഞ്ഞിരുന്നുണ്ട്. അതിനോട് എന്താ പറയാനുള്ളത്? എൻ്റെ അറിവിൽ എനിക്കറിയാവുന്ന വളരെ കുറച്ച് റിവ്യൂസ്, നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് ആളുകൾ, അവരാരും പൈസ വാങ്ങിക്കാറില്ല. പൈസ ഓഫർ ചെയ്യപ്പെടാത്ത ആളുകളൊന്നുമല്ല. അതുപോലെ നമുക്കും ഇതേപോലെ നമുക്കിതിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എന്താണ് അതിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് നമ്മളെ വിളിക്കും. ഡയറക്റ്റ് പൈസ തരട്ടെ എന്ന് ചോദിച്ചിട്ടല്ല വിളിക്കാം. പക്ഷെ അതൊന്നും ഇതുവരെ എൻ്റർടൈൻ ചെയ്തിട്ടില്ല. ഇപ്പം ഈ കോളിലാണെങ്കിലും അനീഷ് അൻവർ പറയുന്നുണ്ട് ആ സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി. അത് ഞാൻ ഡീഗ്രേഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം തിയേറ്ററിൽ നിങ്ങൾക്ക് അത് പോയി കാണാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കുക ആ സിനിമ. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇത് ഡീകോഡ് ചെയ്ത് ആ സിനിമയെ തകർത്തിട്ട് എനിക്ക് ഒന്നും കിട്ടാനില്ല. ഇപ്പം രാസ എന്ന് പറയുന്ന സിനിമയെ നശിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന വർക്കിൻ്റെ ക്വാളിറ്റി വെച്ച് നമ്മളൊരു പ്രൊമോഷണൽ ആക്ടിവിറ്റി വേറെ ഏതെങ്കിലും ഒരു പരസ്യം ചെയ്താൽ പോലും നമ്മൾ അതിന് വാങ്ങുന്ന എമൗണ്ട് ഒരു സിനിമാക്കാരന് എനിക്ക് തരേണ്ട കാര്യമില്ല ഈ സിനിമ നശിപ്പിക്കാൻ. അപ്പോൾ അതൊക്കെ വളരെ ബാലിശമായിട്ടുള്ള എന്താ പറയുക ഒരു തോന്നലിൻ്റെ പുറത്ത്. പിന്നെ സിനിമ പരാജയപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ എല്ലാ സിനിമാക്കാരും ഇപ്പോൾ കണ്ടെത്തുന്ന ഒരു മാർഗ്ഗമാണ് ഈ സിനിമയെ തകർക്കാൻ ശ്രമം നടക്കുന്നത്. ഒന്നെങ്കിൽ അത് റിവ്യൂവേഴ്സിൻ്റെ തലയിലായിരിക്കും, അല്ലെങ്കിൽ സിനിമ പ്രൊമോട്ട് ചെയ്യുന്നവരുടെ തലയിലായിരിക്കും. ഇതൊന്നും അല്ലെങ്കിൽ പ്രൊഡ്യൂസർ കറക്റ്റായിട്ട് ഫണ്ട് ഇറക്കുന്നില്ല. സിനിമ കണ്ടിറങ്ങുന്ന ആളുകൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുന്ന രീതിയിലാണോ ഉള്ളതെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത ഷോയ്ക്ക് ആൾ വരും. നിങ്ങളുടെ ആദ്യത്തെ ഷോയ്ക്ക് 5 പേരാണെങ്കിൽ ആ 5 പേർക്കും ഇഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ ഒരു 4 പേർക്കെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അടുത്ത ഷോയ്ക്ക് അത് 10 പേരാവും. അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മാത്തമാറ്റിക്സ് ആണ്. അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകളാണ് ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. പിന്നെ പൈസ വാങ്ങി എന്ന് പറയുന്ന എല്ലാവരോടും ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷവും പണം വാങ്ങി റിവ്യൂ ചെയ്യുന്നതല്ലേ നീ എന്ന് ചോദിച്ച് കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും ഒരാൾ അത് തെളിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് മുന്നോട്ട് പോകും. ഇതുപോലൊരു അനുഭവം താങ്കൾക്ക് ആദ്യമായിട്ടല്ല ഉണ്ടാവുന്നതാണ് എന്റെ വിശ്വാസം. താങ്കൾ തന്നെ താങ്കളുടെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല. താങ്കളുടെ റേഡിയോയിലെ ജോലി വരെ പറയാൻ ശ്രമിച്ചു പോയി എന്ന് തന്നെ ആണ് എന്റെ വിശ്വാസം. താങ്കൾ വീഡിയോയിൽ പറഞ്ഞ അങ്ങനെയാണ്. പുള്ളി ആയിട്ട് എൻ്റെ ജോലി കളഞ്ഞു എന്നുള്ളതല്ല, നമ്മുടെ ജോലിയിൽ അവർക്ക് പ്രഷർ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ ജോലി ചെയ്യുന്നത് റേഡിയോ സ്ഥാപനത്തിലാണ്.
ആ റേഡിയോ സ്റ്റേഷനിൽ ഏറ്റവും കൂടുതൽ ഇൻ്റർവ്യൂസ് എടുക്കപ്പെടുന്നത് സെലിബ്രിറ്റീസിൻ്റെയാണ്. മലയാള സിനിമാ ഗാനങ്ങളാണ് അവിടെ പ്ലേ ചെയ്യപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഞാനൊരു സിനിമയെ കുറിച്ച് ഒരു മോശം അഭിപ്രായം പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു റിവ്യൂ പറയും, ആ സിനിമയുടെ പ്രൊഡ്യൂസർ അത് പ്രൊമോട്ട് ചെയ്യാൻ ആ റേഡിയോ സ്റ്റേഷനിൽ പണം മുടക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഒരു കൺഫ്യൂഷനാണ്. അപ്പോൾ അത്തരം ഒരു സാഹചര്യം വന്നു കഴിയുമ്പോൾ പ്രശ്നമാവും എന്നുള്ളതുകൊണ്ട് അവരിത് വളരെയധികം പ്രഷറൈസ് ചെയ്തു, ഞാൻ മാപ്പ് പറയണോ എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് വന്ന മെയിൽ അത് അവരെങ്ങനെയോ സോൾവ് ചെയ്തു. അതിനുശേഷം എനിക്ക് വന്ന മെയിൽ എന്ന് പറയുന്നത് ഇനി മുതൽ റിവ്യൂ ഇടുമ്പോൾ പോസിറ്റീവ് മാത്രമേ പറയാൻ പാടുള്ളൂ, അത് ഞാൻ ആദ്യം മാനേജ്മെന്റിന് അയക്കണം, അത് കഴിഞ്ഞിട്ട് അത് ആ സിനിമാക്കാർക്ക് അയക്കും, അവരൊക്കെ അപ്രൂവ് ചെയ്താൽ മാത്രമാണ് ഇടുക. അപ്പോൾ പിന്നെ അത് റിവ്യൂ ആവുന്നില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം വേണ്ട എന്ന് കരുതിയിട്ട് ഞാനായിട്ട് രാജിവെച്ചതാണ്. എൻ്റെ ജോലി അവരായിട്ട് കളയിച്ചു എന്നുള്ളതല്ല, ഒരു സാഹചര്യം വളരെ വളരെ പെട്ടെന്നാക്കിയത്. ഇപ്പൊ പക്ഷെ താങ്കൾ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് പോവുകയാണ്, വേറൊരാളുടെ കീഴിലല്ലാത്തതുകൊണ്ട് താങ്കൾക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് അഭിപ്രായമില്ല. അപ്പോൾ അടുത്ത മുറയായിട്ടാണ് ഇപ്പോൾ വധഭീഷണി ഇതേപോലെ നേരിട്ട് വിളിച്ച് ആയിരിക്കണം. ഈ അമർഷം പലരും പല രീതിയിൽ പ്രകടിപ്പിക്കാറുണ്ട്. ഞാൻ പറഞ്ഞില്ല, അനീഷ് അൻവർ സംസാരിച്ചത് അദ്ദേഹത്തിന് ആ സമയത്തുണ്ടായ മാനസികാവസ്ഥയുടെ ഒക്കെ ഭാഗമായിട്ടായിരിക്കാം. പക്ഷേ ഉപയോഗിച്ച വാക്കുകളും ഇന്നലെ രാത്രി ഒരു 11 മണിക്ക് ശേഷമാണ് ഞാൻ കംപ്ലൈൻ്റ് എല്ലാം ടൈപ്പ് ചെയ്ത് മെയിൽ അയക്കുന്നത്. അതിനുശേഷം 4 മണി വരെ ഞാൻ ഇങ്ങനെ ഉറങ്ങാതെ കിടക്കുകയാണ്. ഈ തിരിഞ്ഞും പറഞ്ഞ് നമ്മളിത് ആലോചിക്കുന്നത്, നിങ്ങളെ ഒരാൾ ഒരു ദിവസം ഇനി നീ ഇല്ല എന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു, അതായത് എന്താണ്, എൻ്റെ ചാനൽ ഇല്ലാതാക്കും, അതേപോലെ ഈ പറഞ്ഞ പോലെ നിന്നെ ഞാൻ ഇടിച്ച് പരത്തിയിരിക്കും എന്നൊക്കെയുള്ള സാധനങ്ങളാണ്. അപ്പം അങ്ങനെയൊക്കെ പറയുന്ന ഒരു കാര്യം കേട്ടിട്ട് നമുക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റില്ല. ഇപ്പം ഈവൻ ഞാനൊരു എന്താ പറയുക ജൂഡോ നാഷണൽ ചാമ്പ്യൻ ആണെന്ന് പറഞ്ഞാൽ പോലും എൻ്റെ കൂടെ ഇപ്പോൾ ഒരു 15 പേരുണ്ട് എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ഒരാൾ, അതും ഒമാനിൽ മുഴുവൻ ഷൂട്ട് ചെയ്തൊരു സിനിമ എന്ന് പറയുമ്പോൾ അതിന് അത്രയും ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉണ്ടാവണം, അല്ലാതെ അങ്ങനെ ഒരു സിനിമ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരാളിൽ നിന്ന് അങ്ങനെ ഒരു ഭീഷണി ഉണ്ടാകുമ്പോൾ അതൊക്കെ ചുമ്മാ തമാശയ്ക്ക് പറയല്ലേ എന്ന് വിചാരിച്ച് നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ നാളെ ആരൊക്കെ എൻ്റെ വീട്ടിലേക്ക് വരും, എന്തൊക്കെയാണ് സംഭവിക്കുക, കംപ്ലൈൻറ്റ് ഇത് കൊടുത്തു കഴിഞ്ഞു, ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക, എന്നെ ഇനി ആരൊക്കെയായിരിക്കും ഫോളോ ചെയ്യാൻ പോകുന്നത്, എപ്പോഴായിരിക്കും എങ്ങനെയായിരിക്കും ഞാൻ മരിക്കാൻ പോകുന്നത്, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ആയിട്ട് ഒരു 4 മണി വരെ ഉറങ്ങാൻ പറ്റൊരു പാടുണ്ട്. അങ്ങനെ ഉറങ്ങി എണീറ്റതിന് ശേഷം നമ്മളെ അത്രയും സ്നേഹിക്കുന്ന കുറേ ആളുകൾ രാവിലെ കാര്യം വിളിച്ച് അന്വേഷിക്കുകയും അവർ നമുക്ക് തന്നൊരു സപ്പോർട്ടും അതിൻ്റെ ബലത്തിലാണ് ആ വീഡിയോ ചെയ്യുന്നത്. അതായത് ആ വീഡിയോ ചെയ്യാനുള്ള ഒരു ഭയം പോലും ഉണ്ടായിരുന്നു, അതെങ്ങനെ റിയാക്ട് ആകും എന്നൊക്കെ ഉള്ളത്. പലരും ഞാൻ രാത്രിയൊക്കെ പലർക്കും മെസ്സേജ് അയച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അവർ നമ്മളെ വിളിച്ച് പറയുന്നതും അതുപോലുള്ള കുറേ കാര്യങ്ങളൊക്കെ ആ ഒരു ധൈര്യമാണ്. അപ്പം എന്താണ്, ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരാളിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ നമുക്ക് പേടിക്കാതിരിക്കാൻ വഴിയില്ല. കേസിന്റെ അപ്ഡേറ്റ് എന്താണ്? ഞാനിപ്പം എളമക്കര സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തു, അവർ കംപ്ലൈൻറ്റ് വാങ്ങിച്ചു, എനിക്ക് അതിൻ്റെ ഒരു റെസിപ്റ്റ് വന്നിട്ടുണ്ട്. ഇനി അനീഷ് അൻവർ അതിനോട് റിയാക്ട് ചെയ്യണം, അവർ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുക, അവിടെ ഹാജരാവണം എന്ന് തോന്നുന്നു, അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ CPO നെയാണ് കണ്ടത്. അപ്പോൾ പുള്ളി പറഞ്ഞത് അനീഷ് അൻവറിനെ വിളിക്കും, അദ്ദേഹം അവിടെ വരും, ആ സമയത്ത് ഞാനും അവിടെ ചെല്ലണം, പരാതിയിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അവർ സംസാരിക്കും, അതിനുശേഷം FIR എടുത്ത് കേസുമായിട്ട് മുന്നോട്ട് പോകാനാണെങ്കിൽ അങ്ങനെ ആ രീതിയിലാണ് അവരിപ്പോൾ എന്നോട് പറഞ്ഞിരിക്കുന്നത്. എന്ന പേരിലാണ് ഇപ്പൊ താമസിക്കുന്നത്. സിനിമാക്കാർ കുറച്ചധികമായി ഇപ്പോ താങ്കളുടെ സുഹൃത്തായ അശ്വിൻ കോക്കിനെതിരെ നിരവധി ആരോപണങ്ങളും കേസും വരെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിനു മുമ്പായപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ റിവ്യൂവേഴ്സിനെതിരെ ആദ്യമായിട്ടുള്ള സിനിമാക്കാർ 2018 സമയത്ത് കളി എന്ന് പറഞ്ഞ സിനിമയൊക്കെ പ്രൊഡ്യൂസ് ചെയ്തൊരു പ്രൊഡ്യൂസർ ഇതേപോലെ എന്താ പറയാ അന്ന് റിവ്യൂ ചെയ്ത അഭിജിത്ത് വ്ളോഗറിനെ ഇതേപോലെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. സുധീഷ് പയ്യന്നൂറിനെ വിളിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് പിന്നെ അതിനുശേഷം ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ സമയത്ത് നെഗറ്റീവ് തോന്നുന്ന സിനിമകളുടെ റിവ്യൂ ഇടില്ല എന്നൊക്കെ ഒരു തീരുമാനം അന്ന് അവർ എടുത്തിട്ടുണ്ടായിരുന്നു. അന്നൊരു സമയം ഞാനും യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറയാനുണ്ടെങ്കിൽ ആ സിനിമയെ കുറിച്ച് പറയണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. അതിനുശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം എന്നെ ഒരാൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്നെ ഒരാൾ ഫോളോ ചെയ്യുമ്പോൾ അയാളുടെ ടേസ്റ്റാണ് എനിക്കും, ഞാൻ പറയുന്നത് അയാൾക്ക് ഉപകാരപ്പെടും എന്നൊക്കെയുള്ള ഉദ്ദേശത്തിലായിരിക്കുമല്ലോ വരിക. അപ്പോൾ ഈ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമ പോലെ തന്നെ ആ സിനിമയിൽ ഇപ്പം എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെടാതെ പോയത്, ഞാൻ നെഗറ്റീവും പോസിറ്റീവും പറയുന്നതിൻ്റെ കാര്യം പോലും അതാണ്. ചിലപ്പോൾ എനിക്ക് നെഗറ്റീവായി തോന്നിയ ഒരു കാര്യം വേറൊരാൾക്ക് അത് നെഗറ്റീവ് ആയിരിക്കില്ല. ഇപ്പോൾ എനിക്ക് ഒരു സിനിമയിൽ ഇന്ന സീക്വൻസ്, ഇങ്ങനെ ഒരു സീക്വൻസ് വരുമ്പോൾ ഇവിടെ ഒരു ഫൈറ്റ് വരും എന്നുള്ളത് എനിക്കറിയാം, അത് വളരെ പ്രെഡിക്റ്റബിൾ ആണ്, എനിക്കത് വളരെ ലാഗായിട്ട് ഫീൽ ചെയ്തു, അല്ലെങ്കിൽ എനിക്കതൊരു പ്രെഡിക്റ്റബിൾ ഫാക്ടർ ആയിരുന്നു എന്ന് പറഞ്ഞു. വേറൊരാൾക്ക് അങ്ങനെ പ്രെഡിക്റ്റബിൾ ആവുന്ന വിഷയമാവില്ല. അപ്പം ഞാൻ നെഗറ്റീവ് പറയുന്നു, അത് ഇതാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു സീക്വൻസ് നെഗറ്റീവ് അല്ലെങ്കിൽ നിങ്ങളത് പോസിറ്റീവിൻ്റെ കൂട്ടത്തിൽ കൂട്ടിയാൽ മതി.
അപ്പൊ അങ്ങനെ പറയാന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് വന്നതാണ്. പിന്നെ ഈ സിനിമാക്കാർ പിരിയുന്നു എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞില്ലേ, ഇത് ആരുടെ ഓരോ വട്ടം ഓരോ കാരണങ്ങൾ. അത് കഴിഞ്ഞിട്ട് OTT-നെ പഴിചാരിയില്ല സിനിമകളുടെ, പിന്നെ കോവിഡിനെ പഴിചാരി, പിന്നെ ഇപ്പൊ സിനിമാക്കാരെ സിനിമയുടെ പോരായ്മ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നിരന്തരം പഴിചാരല് ഇത് ഇന്നലെ തുടങ്ങിയതല്ല. അല്ല, ഇതിപ്പം സിമ്പിൾ ചോദ്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, മമ്മൂക്ക എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്ന് OTT ആണ് സിനിമയുടെ പരാജയത്തിന് കാരണം എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല. പൃഥ്വിരാജ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിജയ ചിത്രങ്ങൾ ഉണ്ടാക്കിയ ആളുകൾ പറഞ്ഞു കേട്ടതായിട്ട് നമുക്കറിയില്ല. ഈ പരാജയപ്പെടുമ്പോൾ മാത്രമാണ് നമ്മൾ കാരണം അന്വേഷിച്ചു പോകുന്നത്. ഇപ്പം കുറേ സിനിമകൾ ഇറങ്ങുന്നു, ഈ മറ്റേ കോവിഡ് കാലഘട്ടം കഴിഞ്ഞ് കുറേ സിനിമകൾ ഇറങ്ങുന്നു. അപ്പോൾ ആളുകളും പ്രേക്ഷകരും മുഴുവൻ മാറി എന്നുള്ളത് അറിയാതെ 2 കൊല്ലമോ 3 കൊല്ലമോ മുമ്പ്, ഇപ്പം കോവിഡിന് മുമ്പ് ഇറക്കാൻ വെച്ചിരുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് 3 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ സിനിമയാണ്. ആ സിനിമയുടെ സ്ക്രിപ്റ്റ് നമ്മുടെ സിനിമാക്കാർ പറയുന്ന കഷ്ടപ്പാടിന്റെ കണക്ക് വെച്ചിട്ട് 5 കൊല്ലം മുമ്പെങ്കിലും സ്ക്രിപ്റ്റ് ചെയ്യപ്പെട്ടതാണ്. ആ 5 കൊല്ലം മുമ്പത്തെ 5, 3, 8 കൊല്ലം മുമ്പത്തെ സിനിമയാണ് അവർ ഇന്ന് ഇറക്കുന്നത്. കോവിഡും കൂടി കഴിഞ്ഞിട്ട് പ്രേക്ഷകരും മാറി. അപ്പൊ സ്വാഭാവികമായി തിയേറ്ററിൽ പരാജയപ്പെടാനുള്ള സാധ്യത കൂടും. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ആ സിനിമ എങ്ങനെയെങ്കിലും ഓൾട്ടർ ചെയ്യാനുള്ള സാധ്യതകളുണ്ടോ, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുമോ, വേറെ ഏത് രീതിയിൽ ഇതിനെ പ്ലേസ് ചെയ്യാൻ പറ്റും, അതൊക്കെ അവരാണ് നോക്കേണ്ടത്. അപ്പൊ ഇതൊന്നും ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഇതെങ്ങനെ പരാജയപ്പെട്ടു എന്ന് നോക്കുമ്പോൾ ബന്ധുക്കളും സുഹൃത്തുക്കളും പറയും സൂപ്പർ പടമാടാ, ഇതുപോലൊരു പടം വേറെ ഞാൻ കണ്ടിട്ടില്ല. കാര്യം അവർ ബന്ധുക്കളും സുഹൃത്തുക്കളാണ്. അത് മാത്രം കേട്ടിട്ട് ഒരു സാധാരണ പ്രേക്ഷകൻ സിനിമ കൊള്ളില്ല എന്ന് പറയുമ്പോൾ അവൻ എന്തോ കുഴപ്പമുണ്ട്. കാര്യം അവരൊക്കെ പറഞ്ഞല്ലോ സൂപ്പറാണെന്ന്. അനീഷ് അൻവർ എന്നെ വിളിച്ച് സംസാരിക്കുമ്പോഴും പറഞ്ഞത് GCCയിൽ അവർ നടത്തിയ ഷോകളിലെല്ലാം നല്ല അഭിപ്രായങ്ങളായിരുന്നു. അതേപോലെ ഈ കമന്റ് ബോക്സിലും മറ്റേ ബാക്കി റിവ്യൂസിലൊക്കെ മോശമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയണം എന്നൊക്കെ പുള്ളി എന്നോട് പറഞ്ഞു. ആദ്യ ഷോയാണ് സിനിമ, അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും. അതെ അതെ, കൃത്യമായി ഞങ്ങൾക്കറിയാം, ഞങ്ങളവിടെ പോകുന്ന ആൾക്കാരാണ്. അതെ. അപ്പോ ആ ഒരു റെസ്പോൺസ് ആണ് അവര് പോസിറ്റീവായിട്ട് പറയുന്നത്. അതെ, അപ്പൊ ആ റെസ്പോൺസും കൂടി എടുത്തു വെച്ചിട്ടാണ് അതുമായിട്ടാണ് ബാക്കിയുള്ളവന്റെ അഭിപ്രായം കമ്പയർ ചെയ്യുന്നത്. അപ്പം നമ്മുടെ മേത്ത് പഴിചാരുന്നതാണ് എളുപ്പം. OTT വന്നപ്പം ഒരു കച്ചവട സാധ്യതയായിരുന്നു, അതിനെ ഉപയോഗിക്കാൻ വേണ്ടി OTT പടങ്ങൾ എന്ന് പറഞ്ഞ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട പടങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ആ പടങ്ങൾ തിയേറ്ററിൽ ഇറക്കി, OTT എടുക്കില്ല, തിയേറ്ററിൽ ഇറക്കൂ, നല്ല അഭിപ്രായം കിട്ടിയാൽ ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞു. തിയേറ്ററിൽ ഇറക്കിയ പടത്തിന്റെ അഭിപ്രായം OTT പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ആളുകൾ അറിയുന്നത് മൂവി റിവ്യൂസിലൂടെയാണ്. അപ്പൊ സ്വാഭാവികമായും അവരുടെ അടുത്തൊരു കച്ചവട സാധ്യതയെ തകർക്കുന്ന ആളുകളെ പോലെയാണ് അവർ നമ്മളെ കാണുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും പെയ്ഡ് റിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നല്ല അഭിപ്രായം വന്നു, മറ്റേ മേജർ മാധ്യമങ്ങളിലൊക്കെ ഒരു റിവ്യൂ കൊടുപ്പിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ, ഇവരൊക്കെ ഒരു പാക്കേജിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്, വളരെ തുച്ഛമായ എമൗണ്ടേ വരുന്നുള്ളൂ. അത് കൊടുത്താൽ ഇത് OTT-യിൽ സെല്ലാവും. അപ്പോഴാണ് ഞങ്ങൾക്ക് പൈസ വന്നിട്ടൊന്നും കാര്യമില്ല, നമ്മളുള്ളത് പറയും എന്ന് പറഞ്ഞു വരുന്നത്. നമ്മുടെ ശത്രുക്കളാണ്, സ്വാഭാവികമാണ്. ഇപ്പോൾ ഈ അഭിപ്രായം പറയുന്നതിന്റെ പേരില് സന്തോഷ് വർക്കിനെ കയ്യേറ്റം ചെയ്തു, അശ്വിൻ പോക്കിനെ തല്ലും കൊല്ലും എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റുകൾ ഇടുന്ന ഇവരുടെ അസഹിഷ്ണുത ശരിക്കും ഇവരുടെ കലയെ ബാധിക്കുന്നുണ്ട്. കലയാണ് ആദ്യം ബാധിക്കപ്പെട്ടത്, അതുകൊണ്ടാണ് അസഹിഷ്ണുത ഉണ്ടാകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നല്ലൊരു സിനിമ ഉണ്ടാക്കി അതിന് നല്ല അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ ഒരു സിനിമ വരുന്നു, എല്ലാ റിവ്യൂവേഴ്സും പോസിറ്റീവ് മാത്രം പറയുന്നു, നല്ലത് മാത്രം പറയുന്നു. സ്വാഭാവികമായും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് നല്ല സിനിമയുമായിരിക്കും, അതിന് നാട്ടുകാർ നല്ലത് മാത്രം പറയും. അപ്പോൾ ഒരു ഇന്റർവ്യൂവിൽ വന്നിട്ട് ഒരിക്കലും ഷൈൻ ടോം ചാക്കോ ആരെങ്കിലും തള്ളണമെന്ന് പറയില്ല. അതേ കാര്യം തന്നെ മറ്റ് സംവിധായകരുടെയും മറ്റ് ടെക്നീഷ്യൻസിന്റെയും കാര്യത്തിലൊക്കെ സംഭവിക്കും. നല്ലത് ചെയ്യുമ്പോൾ എല്ലാവരും നല്ലത് പറയും, അപ്പോൾ പിന്നെ തല്ലലും കൊല്ലലും ഇല്ല. മോശം ചെയ്യുമ്പോൾ മോശമാണെന്ന് ആരെങ്കിലും ചൂണ്ടിക്കാട്ടും, അപ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ആദ്യം കലയ്ക്ക് ബാധ്യതയാവുമ്പോഴാണ് ബാക്കിയുള്ളവർ കുറ്റം പറയുന്നത്. ഇനി താങ്കളുടെ നടപടികൾ എങ്ങനെയായിരിക്കും? റിവ്യൂ ഇപ്പോൾ താങ്കളുടെ വീഡിയോയിലും പറയുന്നത് അങ്ങനെയാണോ? അല്ല, അത് എന്നോട് പറഞ്ഞ കാര്യമാണ്, ഇത് നിന്റെ ലാസ്റ്റ് റിവ്യൂ ആയിരിക്കും, ഇനി നീ റിവ്യൂ ചെയ്യുമോ, എന്നോട് ബെറ്റ് വെക്കാനുണ്ടോ എന്നൊക്കെയാണ് ചോദിച്ചത്. അതാ ഞാൻ പറഞ്ഞത്, എവിടെയോ ഒരു ബാലിശമായ സംഭവം അതിൽ കിടപ്പുണ്ട്, ഒരു കുട്ടിയുടെ വാശി പോലെയൊക്കെയാണ്. പക്ഷെ താൻ എത്രത്തോളം വലുതായെന്ന് അദ്ദേഹം അറിയാത്തതിന്റെ കുഴപ്പമാണ് ആ ഉപയോഗിച്ച വാക്കുകളൊക്കെ. ഞാൻ എന്തായാലും എൻ്റെ പണിയായിട്ട് തുടർന്ന് മുന്നോട്ട് പോകാതെ തന്നെ ചെയ്യും. ആ ഭീഷണിയിലെ സംഭവമാണ് ഞാൻ തംബ്നെയിലിൽ കൊടുത്തിട്ടുള്ളത്. തീർച്ചയായും നമ്മൾ ഇനിയും സിനിമകൾ കാണും, ഇനിയും മൂവി റിവ്യൂസ് ഉണ്ടാവും, അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. സംവിധായകന്റെ ആദ്യത്തെ അല്ല, അതിന് മുമ്പ് പുള്ളി ഏകദേശം 6ഓളം സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും സ്റ്റേറ്റ് അവാർഡ് വരുന്നു. ആ സിനിമയില് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രഗ്നന്റ് ആയിട്ടുള്ള മാതൃത്വമാണ്. അപ്പോ അങ്ങനെ ഒരു സിനിമ ചെയ്ത്
വിജയിച്ചു എന്ന് എനിക്കറിയില്ല ആ സമയത്ത്. ആ പക്ഷെ സമയത്ത് ക്രിട്ടിക്കലി വളരെയധികം critically അഭിപ്രായം വളരെ കിട്ടിയത്. acclaimed ആയിട്ടുള്ള ഒരു സിനിമ ചെയ്ത ഒരു സംവിധായകൻ. അപ്പൊ ആ സമയത്ത് മുന്നോട്ട് വെക്കുന്നത് മാതൃത്വത്തിന്റെയും സ്ത്രീത്വത്തെയും സ്ത്രീത്വത്തെയും പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. അതിന്റെ മഹാത്മ്യത്തിനെ പറ്റി പറയുന്ന ഒരു സംവിധായകൻ ഓഫ് സ്ക്രീനിൽ വന്നിട്ട് വളരെ മോശമായ രീതിയിൽ സ്ത്രീകൾ അപമാനിക്കുന്നതിലൂടെ ഇതെല്ലാം ഇവരൊരു കപട മുഖമാണ് അണിയുന്നത് എന്ന് അഭിപ്രായം പറഞ്ഞു. സ്ക്രീനിൽ കാണിക്കുന്നതാണ് ഈ നടന്മാരെന്നും സ്ക്രീനിൽ കാണിക്കുന്നതാണ് ഈ അല്ല, എന്നാലും അവരുടെ നിലപാടായിട്ട് എന്തെങ്കിലും ഒരു അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ഈ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് അവർ എന്ന് വിചാരിക്കാതിരുന്നാൽ മതി. അവർ തന്നെ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ മേക്ക് ബിലീഫാണ് സിനിമ എന്ന് പറയുന്നത്. അതേപോലെ സിനിമയിൽ കാണുന്ന ഒന്നും അതുപോലെ റിയൽ ആയിരിക്കില്ല. പല സംവിധായകരും സിനിമയൊക്കെ ഹിറ്റായി കഴിയുമ്പോൾ സിനിമയിലെ പൊളിറ്റിക്സ് അല്ല എൻ്റെ പൊളിറ്റിക്സ് എന്നൊക്കെ പറയാറുണ്ട്. എന്ന് പറയുന്നത് പോലെ തന്നെ സിനിമയിലൊരു നന്മ നിറഞ്ഞ ആളാണ്, അല്ലെങ്കിൽ നന്മ നിറഞ്ഞ സിനിമകൾ മാത്രം എടുക്കുന്നതുകൊണ്ട് അയാൾ നന്മ നിറഞ്ഞ ആളാണ് എന്ന് നമ്മൾ വിശ്വസിക്കാൻ പോകുന്നതാണ് പ്രശ്നം. അങ്ങനെ കാണാതിരുന്നാൽ മതി. അവരൊരു സിനിമ ചെയ്തു, അത് ഇന്നത്തെ കാലത്തെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന സിനിമയായിരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കഷൻ തുടങ്ങിയതിന് ശേഷം മലയാളത്തിൽ നിരത്തി പിടിച്ച് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് സിനിമകൾ വരികയാണ്. അതിൻ്റെ ഇടയിൽ സ്യൂഡോ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് സാധനങ്ങളും വന്ന് ചാടുന്നുണ്ട്. അതിൻ്റെ കാരണം ഇതിന്ന് വിജയിക്കും, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാന്നുള്ള. അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ ചെയ്ത എല്ലാവരും അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല. പിന്നെ അത് റിഫ്ലക്റ്റ് ചെയ്യാം, അവരുടെ ഉള്ളിൽ കിടക്കുന്ന പൊളിറ്റിക്സ് ഒക്കെ സിനിമയിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ ആ ചെയ്തു വെച്ചിരിക്കുന്ന സിനിമയാണ് അവരെന്ന് നമ്മൾ വിചാരിക്കേണ്ടത്. ഇപ്പോൾ ഒരാൾ വില്ലനായിട്ട് അഭിനയിച്ചു എന്ന് കരുതി അയാൾ ജീവിതത്തിൽ വില്ലനാവണമെന്നില്ലല്ലോ. പറഞ്ഞ പോലെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അങ്ങനെ തന്നെ. അതൊരു കപട എന്ന് ഞാൻ പറയില്ല, കച്ചവട സാധ്യതയാണ്. ഇന്നിത് ഇറക്കിയാൽ ഇത് വിജയിക്കും, ഇതിന് നല്ല സാധ്യതയുണ്ട്. പണ്ട് സ്ത്രീധനം വിഷയമാക്കിയിട്ട് ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ചിലപ്പോൾ അതിന് കച്ചവട സാധ്യത വന്നാൽ വീണ്ടും അതുപോലത്തെ സിനിമകൾ വരും. ഗ്രാമാന്തരീക്ഷം ഹിറ്റാവുമെങ്കിൽ ഇനിയും ഗ്രാമാന്തരീക്ഷം പടങ്ങൾ വരും. സ്വാഭാവികമാണ്. ഇപ്പൊ ആ വ്യക്തി ഒരു കോംപ്രമൈസ് സംസാരിക്കാനായിട്ടൊക്കെ വരുവാണെങ്കിൽ ഈ ഒരു കേസ് പിൻവലിക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടോ? നിലവിൽ ഇല്ല. അങ്ങനെ ഒരു മാപ്പ് പറഞ്ഞാൽ നല്ല കാര്യം. അദ്ദേഹം കേരളത്തിലെ ദളിത് സമൂഹത്തിനോട് മാപ്പ് പറഞ്ഞാൽ. കാരണം ഒരു ജാതി പേര് ചേർത്ത് തെറി വിളിക്കുമ്പോൾ ഒരു വലിയ കമ്മ്യൂണിറ്റി, ആ ജാതി അടക്കം ഉൾപ്പെടുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ് അഫക്റ്റ് ചെയ്യപ്പെടുന്നത്. അത് എന്നെ വിളിച്ചു എന്നുള്ളതല്ല എൻ്റെ വിഷയം. എന്നെ പോലെ ആരെ വിളിച്ചാലും, ഇപ്പോൾ ഒരു ദളിതനായ ആളെ മാത്രം എന്നല്ല, രാജാവിനെ പോയി അങ്ങനെ അധിക്ഷേപിച്ചാലും, ഐ മീൻ അങ്ങനെ ഒരാളെ അധിക്ഷേപിച്ചാൽ പോലും ആ വാക്ക് അധിക്ഷേപിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിൽ പ്രശ്നം. അത് തീർച്ചയായും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അതിന് മുഴുവൻ ദളിത് സമൂഹത്തിനോടും അദ്ദേഹം മാപ്പ് ചോദിച്ചാൽ നല്ല കാര്യം. എല്ലാ അമ്മമാരോടും അദ്ദേഹം മാപ്പ് ചോദിച്ചാൽ അതും നല്ല കാര്യം. പക്ഷേ എന്നോട് സംസാരിച്ച കാര്യങ്ങൾ, അതെനിക്കുണ്ടാക്കിയ ആഘാതം, അത്തരം കാര്യങ്ങൾക്ക് അത് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അദ്ദേഹം തെറ്റുകൾ മനസ്സിലാക്കി തിരുത്തുകയാണെന്നുണ്ടെങ്കിൽ വലിയ കാര്യമൊക്കെ തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് എനിക്കുണ്ടായ ബുദ്ധിമുട്ട് മാറുന്നില്ലത്. നിലവിൽ എന്താണോ പോലീസുകാർ പറയുന്നത് അതുപോലെ കോടതിയിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണോ ആ രീതിയിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് വിചാരിക്കുന്നത്. ഭീഷണി ഒന്നും വന്നിട്ടില്ല. പിന്നീട് ഇല്ല, ഇതുവരെ ഈ നിമിഷം വരെ അങ്ങനെയില്ല. വിളിച്ചിട്ടുള്ള ആളുകൾ എല്ലാവരും സിനിമാ മേഖലയിൽ നിന്നുള്ളവരും മാധ്യമ മേഖലയിൽ നിന്നൊക്കെ ഒരുപാട് പേര് വിളിച്ചു. അവരെല്ലാവരും കൂടെ നിൽക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത്. എന്താ പറയാ, നമ്മളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ആൾക്കാർ വരെയുണ്ട്. അവർ വരെയും നമ്മളോട് വിളിച്ചിട്ട് പറഞ്ഞത് ഈ ഒരു കാര്യത്തിൽ എന്താണ് മാനസികമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഉണ്ടെന്നുള്ളതാണ്. മോറലി എനിക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അവരോട് എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. ഈ സംവിധായകൻ എന്തായാലും ഫെഫ്കയിൽ അംഗമായിരിക്കണം. അപ്പോ ഫെഫ്കയുടെ ഭാഗത്ത് എന്തെങ്കിലും നടപടികൾ ഈ സംവിധായകനെതിരെ താങ്കൾ പ്രതീക്ഷിക്കുന്നു? അത് എന്താ പറയാ, ഈ ആത്മാഭിമാനമുള്ള സംഘടനകളിൽ നിന്ന് തീർച്ചയായും നടപടികൾ ഉണ്ടാവണമല്ലോ. ഇപ്പം ഞാനൊരു സംഘടനയുടെ ഭാഗമാണ്. ഇങ്ങനൊരു പ്രശ്നം ആ സംഘടനയിൽ ഉണ്ടാവുമ്പോൾ അത് സംഘടന അഡ്രസ്സ് ചെയ്യണം എന്നുള്ളത് ഞാൻ എൻ്റെ സംഘടനയിലുള്ളവരോട് പറയണമല്ലോ. അങ്ങനെ അവർ സംസാരിക്കട്ടെ, അത് അവരുടെ ഒരു. താങ്കൾ അപ്രോച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇതിലെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് നിയമപരമായി ഇതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നതാണല്ലോ. ഞാനൊരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു CPOയുടെ അടുത്ത് പരാതി ബോധിപ്പിക്കുന്നതും അത് എഴുതുന്നതും ഫയൽ ചെയ്യുന്നതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നതാണ്. അതേപോലെ തന്നെ ഒരു വക്കീലിനോട് സംസാരിക്കുന്നത്, നമ്മൾ ഈ സുഹൃത്തുക്കളോട് സംസാരിക്കുന്നതല്ലാതെ ഒരു കേസ് ആസ്പദമായിട്ട് സംസാരിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പം ഞാൻ ഇതൊന്നും പ്രോസസ്സ് ചെയ്ത് സെറ്റായിട്ടില്ല. ഇന്ന് വൈകുന്നേരം ആവുമ്പോൾ പോലും ഇന്ന് നടന്ന കാര്യങ്ങളൊന്നും എനിക്ക് അത്ര ക്ലീനായി വരുന്നില്ല. ഈ കേസിൻ്റെ കാര്യം എന്താണ് എന്നുള്ളതിന് എനിക്കൊരു വ്യക്തമായ ധാരണ കിട്ടണം. അതിനുശേഷം തീർച്ചയായിട്ടും, കാരണം ഇതെന്താണെന്ന് പറയുക, ഇത് ഒരു സാധാരണ ഇന്നലെ സിനിമ എടുത്ത ഒരു സംവിധായകൻ എന്നെ വിളിച്ച് അങ്ങനെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഉള്ളതിനേക്കാൾ വളരെ രൂക്ഷമാണ്
ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അദ്ദേഹത്തിനെ കുറിച്ച് ഇന്ന് എന്നെ വിളിച്ച് സംസാരിച്ച ഒരാൾ പറഞ്ഞത് നേരെ വന്ന് സംവിധായകനായ ഒരാളല്ല, ഒരുപാട് കാലങ്ങൾ എടുത്ത് വന്നതാണ്. അപ്പൊ അത്രയും കഷ്ടപ്പെട്ട് മുന്നോട്ട് വന്ന സിനിമയുടെ അത്രയും വലിയ ഭാഗമായ നമ്മളൊക്കെ ഉറ്റുനോക്കുന്ന, ഞാൻ ഈ പറഞ്ഞത്, നമ്മൾ ലുക്കപ്പ് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പൊ അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ തീർച്ചയായും മാതൃകാപരമായ നടപടികൾ ആവശ്യമാണ്. ഇപ്പം ഞാൻ എൻ്റെ ഒരു സെന്റിമെന്റ്സിന്റെ പുറത്ത് എന്നാൽ പിന്നെ സാരമില്ല പോട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ ഇതേപോലെ പുതുതായിട്ട് റിവ്യൂ ചാനൽ തുടങ്ങുന്ന ഒരാളെ ചിലപ്പോൾ ഒരു സംവിധായകൻ പോയി തല്ലും, പുള്ളിക്ക് ക്ഷമ പറയണമെന്ന് തോന്നുമ്പോൾ പുള്ളി ക്ഷമ പറയുന്നു, അപ്പം അങ്ങ് ക്ഷമിക്കാം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ഇപ്പൊ ഇന്നലത്തെ കണ്ടീഷനിൽ ഞാൻ ആലോചിച്ചത്, ഇന്നലെ എൻ്റെ അഡ്രസ്സും വീടും ഒന്നും കിട്ടിയില്ല. ഞാൻ ലുലു മാളിലുണ്ടെന്നുള്ള കാര്യം ഞാനിപ്പം എന്നെ ഇപ്പോൾ വിളിക്കുന്ന എല്ലാവരോടും ഇതേപോലെ ഓൺലൈൻ മീഡിയ ആണെങ്കിലും മെയിൻ സ്ട്രീം മീഡിയ ആണെങ്കിലും അവർ വിളിക്കുമ്പോൾ ഞാൻ പുറത്ത് എവിടെയെങ്കിലും വെച്ച് കാണാമെന്നാണ് പറയുന്നത്. എനിക്ക് അത്ര വലിയ താല്പര്യം ഇപ്പം തോന്നുന്നില്ല. മുമ്പ് നമ്മൾ സുഹൃത്തുക്കൾ ആരെങ്കിലും കൊച്ചിയിൽ വരുമ്പോൾ നേരെ വീട്ടിലേക്ക് പോര് എന്ന് പറയാൻ തോന്നുമായിരുന്നു. ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ എത്ര പേരോട് ചോദിച്ചിട്ടുണ്ടാവാം എൻ്റെ വീട് എവിടെയാണെന്നുള്ളത്. അപ്പം ഞാൻ ലുലുമാളിലുണ്ടെന്ന് അറിയുകയും വരികയും എന്നെ നേരിട്ട് കൈ കിട്ടുകയും ചെയ്തിരുന്നെങ്കിൽ ഈ സംസാരിച്ച ആവേശം വെച്ചിട്ട് അതത്രയും ഒരു വെൽക്കമിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നിരിക്കില്ലല്ലോ. അപ്പം അതിൽ തീർച്ചയായിട്ടും പേടിയുണ്ട്. വീട്ടിലേക്ക് വരിക എന്ന് പറയുന്നതും എൻ്റെ അനിയത്തിമാരും ഒരാളുടെ കൊച്ചും ഒക്കെയുള്ള ഒരു സെറ്റപ്പാണ്. നമ്മൾ സമാധാനമായി പോകുന്ന കാര്യം. ഞാൻ ഇന്നലെ ഇത് വീട്ടിൽ പറഞ്ഞിട്ട് പോലുമില്ല. ഇന്നലെ ഈ സംഭവം കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിൽ ചെന്ന് കയറി, ഞാൻ ഈ കംപ്ലൈൻ്റ് എല്ലാം ടൈപ്പ് ചെയ്തു, കിടന്നുറങ്ങി. രാവിലെ എൻ്റെ വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്യുമ്പോഴാണ് എൻ്റെ വീട്ടുകാർ നേരെ ഈ കാര്യങ്ങൾ അറിയുന്നത്. അത് കഴിഞ്ഞാണ് അമ്മയൊക്കെ ടെൻഷൻ അടിക്കാൻ തുടങ്ങിയത്. അപ്പം അങ്ങനൊരു സിറ്റുവേഷനിൽ നമുക്ക് വീട്ടുകാർ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും അത് അവരുടെ വഴിക്ക്. ഞാനിപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ടെൻഷൻ ഉണ്ടാവില്ല. പക്ഷെ ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്.